ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചെറിയ രീതിയിൽ ചീരക്കറി ഉണ്ടാക്കിയാലോ? ഇന്ന് നമുക്ക് സിന്ദൂര ചീര കൊണ്ട് ചീരക്കറി വെക്കാം. അത്ര വലിയ സംഭവം ഒന്നുമല്ല, ചെറിയ രീതിയിലുള്ള ഒരു ചീരക്കറി. ആദ്യം നമുക്ക് വെള്ളം ഉപയോഗിച്ച് ചീര നന്നായി കഴുകിയെടുത്ത് ചീരയും തണ്ടും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് സ്റ്റവിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചുവന്ന ഉള്ളി ഇട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഉള്ളി ബ്രൗൺ കളർ ആയതിനു ശേഷം ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചീര എടുത്ത് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് പാത്രം ഒന്ന് അടച്ചു വയ്ക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പാത്രം നമുക്കൊന്ന് തുറന്നു നോക്കാം. ചീര വാടി വരുന്നേ ഉള്ളൂ. നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ചീനച്ചട്ടി ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നമുക്ക് പാത്രം ഒന്ന് തുറന്നു നോക്കാം. ചീര വാടി തുടങ്ങിയിട്ടുണ്ട്, വെള്ളം വറ്റി തുടങ്ങുന്നേ ഉള്ളൂ. വീണ്ടും നമുക്ക് പാത്രം മൂടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ചീരക്കറി വെള്ളമൊക്കെ വറ്റി വെന്ത് കാണണം. ഇപ്പോൾ ചീരക്കറിയിലെ വെള്ളം വറ്റി ചീര നന്നായി വെന്തിട്ടുണ്ട്. അമ്മയാണ് കേട്ടോ ചീരക്കറി ഉണ്ടാക്കിയത്. ചീരക്കറി അടിപിടിക്കാതിരിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചീരക്കറി സ്റ്റവിൽ നിന്ന് ഒന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള സിന്ദൂര ചീര കൊണ്ടുള്ള ചീരക്കറി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.